പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കിനി സിനിമാ മേഖലയിലെ വിവാദത്തിൽ ഒരു പുതിയ ട്വിസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ളതാണ്. ലിസ്റ്റിൻ സ്റ്റീഫൻ ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ട് കേട്ടോ. നമ്മുടെ ട്രഷറർ ജി സുരേഷ് കുമാർ ആന്റണി പെരുമ്പാവൂർ തർക്കത്തിനു പിന്നാലെ നിർമ്മാതാക്കളുടെ സംഘടനയിൽ ഭിന്നത രൂക്ഷമാവുന്നു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ട്രഷറർ ലിസ്റ്റിൻ സ്റ്റീഫൻ ഇന്ന് 11 മണിക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. സുരേഷ് കുമാറിന്റെ പ്രസ്താവനയിൽ അതൃപ്തി പരസ്യമാക്കിയേക്കുമെന്നാണ് സൂചന. ആന്റണി പെരുമ്പാവൂർ സംഘടനയെ വിമർശിച്ചതിന് പിന്നാലെയാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. സൈഫുനിസ അലിയാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സൈഫുനിസ, ഇപ്പോൾ സിനിമയിലുള്ള സംഘർഷത്തേക്കാൾ വലിയ സംഘർഷമാണല്ലോ സിനിമയിലെ നിർമ്മാതാക്കളുടെ സംഘടനയിൽ നടക്കുന്ന സംഘടനകൾ. എന്തായാലും ഇന്ന് ലിസ്റ്റിൻ സ്റ്റീഫനും കൂടെ കളത്തിലിറങ്ങുന്നതോടുകൂടി സംഭവം ചൂടുപിടിക്കും. എമ്പുരാനെ ചുറ്റിപ്പറ്റിയായിരുന്നു ആന്റണി പെരുമ്പാവൂരിൻ്റെ പരാമർശമെങ്കിൽ അത് സിനിമാ മേഖല ഒന്നാകെ ഏറ്റെടുത്തിട്ടുണ്ട്. ചുരുക്കത്തിൽ പൊരിഞ്ഞടി നമ്മൾ പ്രതീക്ഷിക്കുമോ? ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് പോലും മനസ്സിലാകാത്ത അവസ്ഥയാണ് അരുൺകുമാർ. കാരണം ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ അംഗങ്ങളാണ് ഓരോരുത്തരും പുറത്തു വന്ന് ഇങ്ങനെ ഒരു പരാമർശം നടത്തുന്നത്. ഏറ്റവും ആദ്യം ജി സുരേഷ് കുമാർ വൈസ് പ്രസിഡന്റ് ഒരു പ്രസ്താവന നടത്തുന്നു. ഒരു ദീർഘകാലമായി ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലൊക്കെ ഇരുന്നിരുന്ന ഇപ്പോഴും അംഗത്വമുള്ള ആന്റണി പെരുമ്പാവൂർ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇതിനെ പേരെടുത്ത് വിമർശിച്ച് പറയുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സംഘടനയുടെ ട്രഷററായ ലിസ്റ്റിൻ സ്റ്റീഫൻ, മാജിക് ഫ്രെയിംസിന്റെ ഉടമയാണ്, പ്രൊഡക്ഷന്റെ ഉടമയാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ ഇന്ന് 11 മണിക്ക് കൊച്ചിയിൽ മാധ്യമങ്ങളെ കാണുന്നത്. ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ അകത്ത് തന്നെ വേണ്ടത്ര കൂടിയാലോചനകൾ ഇല്ലാതെയാണ് ഈ ജി സുരേഷ് കുമാർ ഒരു വാർത്താ സമ്മേളനം നടത്തുകയും മുഴുവൻ സിനിമാ മേഖലയെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിൽ പരാമർശങ്ങൾ നടത്തിയത് എന്നുമുള്ള ഒരു വിമർശനം സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കടക്കമുണ്ട്. അത് AMMയുടെ ഭാരവാഹികളാണെങ്കിലും ഒപ്പം തന്നെ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അടക്കമുള്ളവരാണെങ്കിലും അത് തുറന്നു പറയുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് സംഘടനയുടെ ഒരു ഭാരവാഹി തന്നെ ഇന്ന് വാർത്താ സമ്മേളനം വിളിക്കുന്നത്. തീർച്ചയായും ലിസ്റ്റിൻ സ്റ്റീഫൻ ഈ പൃഥ്വിരാജിനോടും മോഹൻലാലിനോടും ആന്റണി പെരുമ്പാവൂരിനോടൊക്കെ വളരെ അടുത്ത് നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു നിലപാട് തന്നെയാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ ഇന്ന് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ ആവർത്തിക്കാൻ സാധ്യതയുള്ളത്. പക്ഷേ അതിലൊരു സംഘടനാ ഭാരവാഹി അക്കാര്യം പറയുമ്പോൾ ഒരു സംഘടനയുടെ നിലപാടായത് മാറുമോ എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കാരണം പ്രസിഡന്റ് ആൻഡോ ജോസഫ് ഇപ്പോഴും ഈ വിഷയത്തിൽ മൗനം പാലിക്കുകയാണ്. ആൻഡോ ജോസഫ് കഴിഞ്ഞ 6 മാസമായി സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് അവധി എടുത്തിരിക്കുകയാണ്. സിനിമാ തിരക്കുകൾ മൂലം സംഘടനാ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എന്നുകൊണ്ട്. അതുകൊണ്ട് തന്നെയാണ് വൈസ് പ്രസിഡന്റായ ജി സുരേഷ് കുമാർ വാർത്താ സമ്മേളനം നടത്തിയത് എന്നാണ് സംഘടനയ്ക്കുള്ളിലുള്ളവർ പറയുന്നെങ്കിൽ പോലും ആന്റണി പെരുമ്പാവൂർ ഇക്കാര്യത്തെയും കഴിഞ്ഞ ദിവസം സാമൂഹിക മാധ്യമങ്ങളിലൂടെ വിമർശിച്ചിരുന്നു. ഈ ആൻഡോ ജോസഫ് തുടരുന്ന മൗനം അത് വളരെയധികം സംശയമുണ്ടാക്കുന്നതാണ്. ഇപ്പോൾ നിലവിൽ ഈ സുരേഷ് കുമാർ പറഞ്ഞ കാര്യങ്ങളോട് യോജിപ്പില്ലാത്തത് കൊണ്ടാണോ ആൻഡോ ജോസഫ് സംസാരിക്കാതിരിക്കുന്നത് എന്നുള്ളതും മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും കൊച്ചിയിലേക്ക് എത്തിയിട്ടില്ല ആൻഡോ ജോസഫ്, ദില്ലിയിൽ തന്നെ തുടരുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണ വിഷയത്തിൽ വന്നിട്ടില്ല. ഒപ്പം തന്നെ സിനിമാ മേഖലയിൽ, അതായത് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ ഭാരവാഹികൾ ആരും കാര്യത്തിൽ തുറന്ന് സംസാരിക്കാൻ തയ്യാറായില്ല എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ ട്രഷറർ ഇന്ന് വാർത്താ സമ്മേളനം നടത്തുന്നത്. അപ്പോൾ ലിസ്റ്റിൻ സ്റ്റീഫൻ ഏത് നിലപാടായിരിക്കും? അതായത് സംഘടനാ ഭാരവാഹികൾക്ക് എതിരെ ഒരു നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ അത് വലിയ രീതിയിലൊരു പിളർപ്പിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ വലിയ രീതിയിൽ അവർ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. 110 കോടി രൂപയുടെ നഷ്ടം കഴിഞ്ഞ മാസം തന്നെ ഉണ്ടായി എന്നാണ് സുരേഷ് കുമാർ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇതിനെ ഖണ്ഡിക്കുന്ന രീതിയിലുള്ള ഒരു പരാമർശമാണോ ഈ ലിസ്റ്റിൻ സ്റ്റീഫൻ നടത്താൻ പോകുന്നത്? ഈ അഭിനേതാക്കൾ നിർബന്ധിച്ചുകൊണ്ടാണ് പലരും 100 കോടി ക്ലബിൽ ഇടം നേടി എന്ന രീതിയിൽ പ്രചാരണം നടത്തുന്നതെന്നാണ് സുരേഷ് കുമാർ പറഞ്ഞിരുന്നത്. അങ്ങനെയാണോ എന്നുള്ളത് ഈ ഒരുപാട് സിനിമകൾ ഹിറ്റാക്കിയ ഒരു നിർമ്മാതാവ് കൂടിയാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ. അപ്പോൾ ലിസ്റ്റിൻ സ്റ്റീഫൻ തന്നെ പറയട്ടെ എന്നുള്ളതാണ് എന്താണ് ഈ സിനിമയ്ക്കുള്ളിൽ സംഭവിക്കുന്നത്. എന്തായാലും ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ നിലപാടിന്ന് വളരെയധികം നിർണായകമാകും. കാരണം സുരേഷ് കുമാറിനെതിരെയാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ സംസാരിക്കുന്നതെങ്കിൽ അത് തീർച്ചയായും വലിയൊരു പിളർപ്പിലേക്ക് നീങ്ങുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്യും. ഓക്കെ, തീർച്ചയായിട്ടും. താങ്ക് യു സൈഫുനിസ.